ഓനെ അമ്മ എന്തിയാ ഓനെ? അമ്മൂമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മൂമ്മ ബാത്റൂമിൽ പോയി. അപ്പം അമ്മ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. എന്താ ആൻറ്റി? ഇച്ചിരി കരിവേപ്പില എടുക്കണം. പിന്നെ അമ്മയോട് ഇച്ചിരി പൈസ ചോദിച്ചായിരുന്നു, അത് തരാമെന്ന് പറഞ്ഞു. അതിന് വന്നാ മോനെ? അമ്മ ഇപ്പം വരും, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അമ്മ അമ്മ ഞാൻ അകത്തോട്ട് വരട്ടെ എന്നാ? വാ ആൻറ്റി. എന്താ വന്നേ? കരിവേപ്പിലയ്ക്കും പൈസയ്ക്കും അത് തരാവേ. ഞാൻ അമ്മ വയ്ക്കാതെ കിടക്കുമല്ലേ, കക്കൂസിലൊക്കെ പോയി മൂത്രവും മലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുക്കും, വൃത്തിയാക്കണ്ടേ. കിടന്ന കിടപ്പായിട്ട് ഇപ്പം 3 വർഷമായില്ലേ. ഞാൻ എല്ലാം നോക്കേണ്ടത്. അപ്പം എല്ലാം കട്ടിലേ തന്നെ പോകും. നഗി ഒന്നും വെച്ചിട്ടില്ല, തുണിയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ മേടിക്കാൻ പൈസ വേണ്ടേ, അതുകൊണ്ട്. ഒന്ന് ചേച്ചിയാണ് ഇതെല്ലാം എടുക്കുന്നത്. എന്ത് ചേച്ചി, വല്ല ഹോം നേഴ്സിനെ നിർത്തിക്കൂടെ? എന്തൊരു നാട്ടും അതൊക്കെ എടുക്കുന്നത്, അറപ്പല്ലേ? ഞാനാണേ എടുക്കത്തില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരും ഇതൊക്കെ എടുക്കുന്നത്. നമ്മളെ വളർത്തിയത് നമ്മുടെ അമ്മയല്ലേ. നമ്മൾ വയ്യായിരുന്നു, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ മലവും മൂത്രം എടുത്തത് ആരാ? നിങ്ങൾ അത് പറയും, നിങ്ങളുടെ മലവും മൂത്രമൊക്കെ എടുത്തത് ആരാ? നിങ്ങൾ അങ്ങനത്തെ വർത്തമാനമൊന്നും പറയരുത്. നമ്മുടെ അമ്മ നമ്മളെവിടെയെങ്കിലും പോയാൽ കണ്ണും നട്ടിരിക്കുന്നത് ആരാ? നമ്മളെ നോക്കിയിരിക്കത്തില്ലേ അവർ? എത്ര രാത്രിയായാലും ആണായാലും പെണ്ണായാലും വരുന്നവരെ വന്നിട്ടല്ലേ അവർ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതുപോലെയാണ് എൻ്റെ അമ്മ. എനിക്ക് വലുതാണ്. എൻ്റെ അമ്മയുടെ മലവും മൂത്രം എടുക്കുന്നതിൽ എനിക്ക് ഒരു ആക്ഷേപവും ഇല്ല, എനിക്കൊരു അറപ്പും ഇല്ല. നിങ്ങൾ വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങളെ മക്കൾ നോക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. നമ്മുടെ അമ്മയെ നോക്കണം. നമ്മളെ വളർത്തിയത് അവരാണ്. കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളല്ലേ നമ്മളൊക്കെ. നമ്മുടെ അമ്മമാർ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ. അപ്പോൾ അവർക്ക് വയ്യാതാകുമ്പോൾ അവരെ നോക്കേണ്ട ചുമതല നമുക്കില്ലേ? നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് അറപ്പാടെ. നിങ്ങൾ പൈസയൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ എത്ര പൈസ കൊടുത്താലും നമ്മുടെ അമ്മമാരെ നമ്മൾ നോക്കണം. അനാഥമന്ദിരത്തിൽ കൊണ്ട് കളയുമോ അല്ലെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ നിർത്തി. അമ്മ ഉള്ളപ്പോൾ നമുക്ക് അമ്മയുടെ വില അറിയത്തില്ല. അമ്മ പോയി കഴിയുമ്പോൾ അമ്മയുടെ വില അറിയും.